ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ മ്യൂസിക് തെറാപ്പി, പാട്ട് വിശേഷങ്ങൾ, പാടാനും പാട്ട് ആസ്വദിക്കാനും ഒക്കെ ഉള്ള ഒരു വലിയ അവസരം. പറ്റുമെങ്കിൽ ഒന്ന് മൂളിപ്പാട്ട് പാടാനും, ഒരു വരി പാടാനും, 2 വരി പാടാനും, 4 വരി പാടാനും ഒക്കെ ഉള്ള ഒരു ബോധപൂർവമായ ഒരു ശ്രമമാണ് നമ്മൾ ചെയ്യുന്നത്. സത്യത്തിൽ പാട്ട് പഠിച്ചവർ ചുരുക്കമാണ്, എങ്കിലും നമുക്ക് നമ്മളുടേതായ രീതിയിൽ സ്വാതന്ത്ര്യത്തോടെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പാടാനുള്ള ഒരു വേദിയായിട്ട് നമുക്ക് ഇതിനെ കൂട്ടാം. നമ്മുടെ നായകൻ ജോസഫ് ജോൺ സാറാണ്. ജോസഫ് ജോൺ സാറിലൂടെയാണ് മ്യൂസിക് തെറാപ്പിയുടെ ഭാഗങ്ങൾ നമ്മൾ കേൾക്കുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ ഗിരീഷ് പുത്തഞ്ചേരിയെ ഓർക്കുകയാണ്. മെയ് മാസം 1-ാം തീയതിയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം, അല്ലെ, ജന്മദിവസം. അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തെ കൂടെ ഓർക്കുന്നു. മനോഹരമായ പാട്ടുകളുടെ ഒരു വലിയ കുമ്പാരം തന്നെ അദ്ദേഹത്തിന്റെ കളക്ഷൻസിലുണ്ട്. ചില പാട്ടുകളൊക്കെ നമുക്ക് മൂളാം, പാടാം. സോ നിങ്ങൾ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ജോസഫ് ജോൺ സാറേയും. ജോസഫ് ജോൺ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സർ. സർവേശ്വരന് സ്തുതി. മാറ്റിനി ഫ്രീ വെബിനാറിന്റെ സാരഥി സാബു കേരളം സാറിനും സന്നിഹിതരായിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും, ഗുരുജനങ്ങൾക്കും, സംഗീത പ്രേമികൾക്കും സ്വാഗതം, നമസ്കാരം. നമുക്ക് മ്യൂസിക് തെറാപ്പി എന്നുള്ള ആ ഒരു ഭാഗത്തിൽ അല്പം ചിന്തകൾ നടത്തിയതിന് ശേഷം ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകളിലേക്കും അദ്ദേഹത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന ഭാഗത്തേക്ക് കടക്കാം എന്നാണ് കരുതുന്നത്. മ്യൂസിക്കിന്റെ ഗുണഗണങ്ങൾ എത്ര വാഴ്ത്തിയാലും തീരില്ല. മ്യൂസിക് ആൻഡ് ഹാപ്പിനെസ്. പാട്ട് കേൾക്കുന്നത് നമുക്ക് സന്തോഷം തരും, അല്ലേ? മ്യൂസിക് ഒരു ഭാഷയാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേക വൊക്കാബുലറി ഇല്ല, പ്രത്യേക വാക്കുകൾ. അതിന്റെ ഭാഷ ഇമോഷൻസ് ആണ്, വികാരങ്ങൾ. വികാരങ്ങളിലൂടെ ആശയവിനിമയം നടത്താനുള്ള കഴിവ് സംഗീതത്തിനുണ്ട്. സ്വന്തമായ വാക്കുകളിൽ അത് സംസാരിക്കുന്നില്ല എന്ന് നമുക്കറിയാം. For centuries, what science is now getting better at explaining. Music is a language that doesn't speak in particular words. ഈ ഒരു കോട്ടാണ്, അതേക്കുറിച്ചാണ് പറയുന്നത്. It speaks in emotions and it's in the bones. It's in the bones. അസ്ഥിയിലുണ്ടെന്നാണ് സംഗീതം. എവിടെ ഒളിച്ചിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. Okay, this quote, popularly attributed to Keith Richards of the Rolling Stone, sums up what human experience has been telling us for centuries. മനുഷ്യന്റെ എക്സ്പീരിയൻസ് നൂറ്റാണ്ടുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സയൻസ് ശരിവെക്കുകയാണ്. അത് സയൻസ് ബെറ്ററായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുന്നതാണ്. മ്യൂസിക് ഈസ് ഹാപ്പിനെസ്. ഇറ്റ് ട്രാൻസെൻഡ്സ് കൾച്ചേഴ്സ്, സ്പേസ് ആൻഡ് ടൈം. അതൊക്കെ ഇതിലൂടെയൊക്കെ കടന്ന്, സംസ്കാരങ്ങളിലൂടെ കടന്നു, സ്പേസിലൂടെ, ടൈം. മ്യൂസിക് ഈസ് യൂണിവേഴ്സലി അണ്ടർസ്റ്റുഡ്. എവിടെയും സംഗീതത്തിന്റെ ഭാഷ മനസ്സിലാക്കാൻ ആർക്കും സാധിക്കും എന്നുള്ളത്. സ്ട്രോങ് ലിങ്ക്സ് ബിറ്റ്വീൻ മ്യൂസിക് ആൻഡ് ഹാപ്പിനെസ്. സംഗീതവും സന്തോഷവും തമ്മിൽ വലിയൊരു സ്ട്രോങ് ലിങ്ക് ഉണ്ടെന്നാണ് പറയുന്നത്. സംഗീതം മേക്സ് യു ഇമോട്ടീവ്. വൈകാരികമായിട്ട് നമ്മളെ മാറ്റും സംഗീതം. ബട്ട് ഓൾസോ അത് മാത്രമല്ല, ഇറ്റ് കോറിലേറ്റ്സ് പോസിറ്റിവിറ്റി വിത്ത് ഓവറോൾ ഹെൽത്ത്. നോക്കൂ, സംഗീതത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യം നമ്മുടെ ഓവറോൾ ഹെൽത്തിന് correlates positively with overall health, emotional well-being and productivity. ഇതിനെല്ലാം പോസിറ്റീവായിട്ട് കോറിലേറ്റ് ചെയ്യുന്നു, ബന്ധിപ്പിക്കുന്നു, കൂട്ടി ഇണക്കുന്നു. എന്തിനൊക്കെയാണ്? നമ്മുടെ ഹെൽത്തിനെയും ഇമോഷണൽ വെൽബീയിങ്ങിനെയും നമ്മുടെ പ്രൊഡക്ടിവിറ്റി. ഇവിടെ നമുക്ക് സർഗാത്മകത എന്ന് പറയാം, ക്രിയേറ്റിവിറ്റി എന്ന് പറയാം, അല്ലേ? അങ്ങനെ ഇതിനെല്ലാം സ്വാധീനിക്കുന്ന സംഗീതം.
അതുകൊണ്ടായിരിക്കാം സംഗീതത്തിന് എന്താ പറയുക തെറാപ്യൂട്ടിക് യൂസ്. വൈ മ്യൂസിക് ഇസ് എ മെഡിസിൻ എന്ന്. Music makes us emotive, correlatives positively with the overall health, emotional well-being and productivity. സഫലത കൈവരുത്തും, നമ്മളെ എന്താണ് ക്രിയേറ്റീവ് ആകാൻ പ്രചോദിപ്പിക്കുന്നു സംഗീതം. മ്യൂസിക് ആൻഡ് ഹാപ്പിനെസ്. മനുഷ്യരിൽ ആഴത്തിൽ സംഗീതം റെസൊണേറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് പ്രതിധ്വനിക്കുന്നുണ്ട്, മുഴങ്ങുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് us ഇമോട്ട്, work more efficiently and feel better in ways we might not even understand. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ പോലും നമ്മളെ ഫീൽ ബെറ്റർ ആക്കാനായിട്ട് സംഗീതത്തിന് കഴിയും. Studies into the relationship between music and our emotions have revealed fascinating findings. മ്യൂസിക്കും നമ്മുടെ ഇമോഷൻസും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, അതിനെക്കുറിച്ച് ഉള്ള പഠനങ്ങൾ വളരെ ഫാസിനേറ്റിംഗ് ആണ് എന്ന് പറയും. മൂഡ് മ്യൂസിക്. മ്യൂസിക് നമ്മളെ ഏതെല്ലാം തരത്തിലാണ് സ്വാധീനിക്കുന്നത് നോക്കാം. ദ യൂസ് ഓഫ് മ്യൂസിക് ലിഫ്റ്റ് അവർ സ്പിരിറ്റ്സ്. ലിഫ്റ്റ് അവർ സ്പിരിറ്റ്സ്. നമ്മുടെ താല്പര്യത്തെ, നമ്മുടെ ഇഷ്ടത്തെ അതിനെ ലിഫ്റ്റ് ചെയ്യുന്നു. എൻഹാൻസ് സെലിബ്രേഷൻ. മ്യൂസിക് ഇല്ലാതെ ഒരു ആഘോഷമുണ്ടോ? ഒരു ആഘോഷത്തിന് മ്യൂസിക് അകമ്പടിയായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു തലം ഉയരുകയാണ്. ആഘോഷത്തെ ഉയർത്താൻ, എൻഹാൻസ് ചെയ്യാൻ മ്യൂസിക് സഹായിക്കുന്നു. യുണൈറ്റ് പീപ്പിൾ. ഒരു കോമൺ കോസിന് വേണ്ടി മനുഷ്യരെ ഒന്നിപ്പിച്ച് നിർത്താൻ, യുണൈറ്റ് പീപ്പിൾ മ്യൂസിക്കിന് സാധിക്കും. സോ റൂട്ടഡ് ഇൻ, അത്രമാത്രം നമ്മുടെ നേച്ചറിൽ, മനുഷ്യരുടെ നേച്ചറിൽ റൂട്ടഡ് ആണ്, രൂഢമൂലമായിട്ടുണ്ട് സംഗീതം. Harvard study had participants listen to a 14-second sound clip. ഒരു 14 സെക്കൻഡ് ഉള്ള സൗണ്ട് ക്ലിപ്പ് പ്ലേ ചെയ്യിപ്പിച്ചു. അതിനകത്ത് പല മ്യൂസിക്കുകളുണ്ടായിരുന്നു. അതിൽ ആ 14 സെക്കൻഡ് പല പാട്ടുകളിൽ നിന്നും ഏതായിരുന്നു താരാട്ട്, ഏതാണ് ഡാൻസിനുള്ളത്, ഏതാണ് ഹീൽ ചെയ്യുന്നത്, ഏതാണ് സൂത്തിങ്, ഇതെല്ലാം ലോകത്തിലുള്ള എല്ലാവർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. നോക്കൂ, ആ 14 സെക്കൻഡ് ക്ലിപ്പില് ഏത് ഭാഗമാണ് ലല്ലബീസ്, താരാട്ട് പാട്ട്, ഏതാണ് ഡാൻസിനുള്ളത്, ഏതാണ് ഹീലിംഗ്, ഇതെല്ലാം ലോകത്തുള്ള ഏത് കൾച്ചറൽ ഒറിജിനൽ ആയിരുന്നാലും ഈ പാട്ട് വന്നത്, ഏത് കൾച്ചറൽ ഒറിജിനലുള്ളവർ നോക്കിയാലും അതെല്ലാം തിരിച്ച് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ള ഒരു കണ്ടുപിടുത്തം മ്യൂസിക്. വൈ ഡസ് മ്യൂസിക് മേക്ക് us ഹാപ്പി? എങ്ങനെയാണ് മ്യൂസിക് നമ്മളെ സന്തോഷിപ്പിക്കുന്നത് നോക്കാം. അത് തർക്കമില്ലാത്ത വിഷയമാണ്. മ്യൂസിക് നമ്മളെ സന്തോഷിപ്പിക്കുന്നു എന്നുള്ളത്, അല്ലേ? ദാറ്റ്സ് വൈ characters of television and humans around the world dance it out after a long day. ഒരു വർക്കിന്റെ ഒരു ദിവസത്തെ മുഴുവൻ വർക്ക് കഴിഞ്ഞിട്ട് അവരെന്താണ് അത് ആ ഒരു റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാൻസ് ഔട്ട് ചെയ്യുന്നു എന്ന് പറയും. നമ്മൾ മാത്രമല്ല എന്തുകൊണ്ടാണ് മ്യൂസിക് സന്തോഷം നൽകുന്നതെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സയന്റിസ്റ്റ് ഇവരെല്ലാം ഗവേഷണം നടത്തിക്കൊണ്ടും ഇരിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെയൊക്കെ റിസൾട്ട്സ് എന്താണ്? എൻലൈറ്റനിങ് ആസ് ദേ ആർ ഫാസിനേറ്റിംഗ്. ആസ് എൻലൈറ്റനിങ് ആസ് ദേ ആർ ഫാസിനേറ്റിംഗ്. നല്ല അറിവുകൾ നൽകുന്നു, പക്ഷെ അത് ഫാസിനേറ്റിംഗ് കൂടിയാണ്. ലിസൺ ടു മ്യൂസിക് സ്റ്റിമുലേറ്റ്സ് ദ ബ്രെയിൻ ടു റിലീസ് ഡോപാമിൻ. മ്യൂസിക് കേൾക്കുന്നത് കൊണ്ട് എന്തുകൊണ്ടാണ് ഹാപ്പിനെസ് ഉണ്ടാകുന്നത്? ഡോപാമിൻ റിലീസ് ചെയ്യുന്നു. ഡോപാമിൻ എന്താണ്? ഫീൽ ഗുഡ് ഹോർമോണാണ്. ഡോപാമിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് കൊണ്ട് അവിടെ ഹ്യൂമൻ പ്ലഷർ സിസ്റ്റം ഈസ് റിലീസ്ഡ്. The feel good hormone is a key component of the human pleasure system. Human pleasure systemത്തിന്റെ കീ കമ്പോണന്റ് ആണ് എന്ത്? ഡോപാമിൻ എന്നുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ഹോർമോൺ.
feel-good hormone is released by your brain whenever you listen to music that moves. ഏതെങ്കിലും സംഗീതമല്ല, നമ്മളെ ടച്ച് ചെയ്യുന്ന, നമ്മളെ സ്വാധീനിക്കുന്ന മ്യൂസിക് ദാറ്റ് മൂവ്സ് യു, അങ്ങനെയുള്ള പാട്ട് കേൾക്കുമ്പോൾ തീർച്ചയായും ഹാപ്പിനെസ് ഉണ്ടാകും. ഹാപ്പിനെസ് ഉണ്ടാകാനുള്ള കാരണം ഡോപാമിൻ്റെ റിലീസാണ്. Your brain records this experience and saves it as something that you should seek out, repeat and repeat so that your brain will release dopamine. ബ്രെയിൻ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കും, ആ ഇഷ്ടഗാനം, ഇഷ്ടപ്പെട്ട മ്യൂസിക്, എന്നിട്ട് നമ്മളെ പ്രചോദിപ്പിക്കാനും വീണ്ടും കേൾക്കാനും ഡോപാമിൻ റിലീസ് ചെയ്ത് നമ്മൾ സന്തോഷത്തിലാകുവാനും വീണ്ടും നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയുക. ദിസ് ഈസ് പ്രോബ്ലി എക്സ്പ്ലെയിൻഡ് ബൈ മ്യൂസിക് ഹാസ് ബീൻ അറൗണ്ട് ഫോർ സോ മച്ച് ഓഫ് അവർ ഹിസ്റ്ററി. നമ്മുടെ ചരിത്രം, മനുഷ്യ ചരിത്രത്തിൽ വളരെ പ്രധാന പങ്ക് സംഗീതത്തിനുണ്ട്. ആൻഡ് ഇറ്റ് begs us to replay it. അത് വീണ്ടും റീപ്ലേ ചെയ്യൂ, വീണ്ടും കേൾക്കൂ എന്ന് നമ്മളെ ഇങ്ങനെ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. സന്തോഷമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, മ്യൂസിക്കിന് സന്തോഷം തരാൻ സാധിക്കും. അപ്പോൾ ബ്രെയിൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. വീണ്ടും വീണ്ടും ആ പാട്ട് അല്ലെങ്കിൽ സംഗീത മ്യൂസിക് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് മ്യൂസിക് എന്തായാലും നമ്മളെ ഫാസിനേറ്റ് ചെയ്യുന്നത് എന്താണോ, നമ്മളെ മൂവ് ചെയ്യുന്നത് എന്താണോ, അത് നമ്മൾ കേൾക്കുവാനായിട്ട് വീണ്ടും ആഗ്രഹം ജനിപ്പിച്ചുകൊണ്ടിരിക്കും. മ്യൂസിക് ഹാപ്പിനെസ് ഹാപ്പൻസ് അറ്റ് എ ഫിസിക്കൽ ലെവൽ. ഇതൊരു ഫിസിക്കൽ ലെവലിലാണ് സംഭവിക്കുന്നത്. When your ear canals receive sound waves, they transmit them into the inner ear. ചെവിയിലൂടെയാണ് നമുക്ക് ശബ്ദം കേൾക്കുന്നത്, എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇയർ കനാൽസ് സൗണ്ട് റിസീവ് ചെയ്യുന്നു, സൗണ്ട് വേവ്സ് റിസീവ് ചെയ്യുന്നു. ദേ ട്രാൻസ്മിറ്റ് ദം ഇൻ ടു ദി ഇന്നർ ഇയർ. ഇന്നർ ഇയറിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇയർ കനാൽസ് സൗണ്ട് വേവ്സ് റിസീവ് ചെയ്യുന്നു, അത് ഇന്നർ ഇയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. There they are transformed into miniature electric currents and then transmitted to your brain. ആ ഇന്നർ ഇയറിൽ സംഭവിക്കുന്നത് എന്താണ്? ഈ സൗണ്ട് വേവ്സ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു മീനിയേച്ചർ ഇലക്ട്രിക് കറണ്ട്സ്. വളരെ മീനിയേച്ചർ ആയിട്ടുള്ള, അറിയാൻ പോലും സാധിക്കത്തില്ല. ആൻഡ് ദെൻ ട്രാൻസ്മിറ്റ് ഇൻ ടു യുവർ ബ്രെയിൻ, തലച്ചോറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബ്രെയിൻ ഡീകോഡ്. ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബ്രെയിൻ ഡീകോഡ്. ഡീകോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് സ്വീകാര്യമായ ഇതിലേക്ക് മാറ്റുകയാണ്, അല്ലെ, ട്രാൻസ്ഫർ ചെയ്യുകയാണ്. റിതം. ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബ്രെയിൻ ഡീകോഡ് ദ റിതം. റിതം ഡീകോഡ് ചെയ്യുന്നു. ദെൻ പിച്ച് ഡീകോഡ് ചെയ്യുന്നു. ടിംബർ ആൻഡ് ഇമോഷൻ ഓഫ് ദ മ്യൂസിക്കൽ സൗണ്ട്. അതെല്ലാം ബ്രെയിനിന്റെ ഡിഫറെന്റ് പാർട്സ് അതെല്ലാം ഡീകോഡ് ചെയ്ത് സ്വീകരിക്കും. വൺസ് യുവർ ബ്രെയിൻ ഇന്റർപ്രറ്റ്സ് ദ സൗണ്ട്സ്, ഇന്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യുവർ ബോഡി ക്യാൻ ഫീൽ ദി സ്പൈൻ ടിംഗ്ലിംഗ് എഫക്റ്റ് ഓഫ് മ്യൂസിക് ദാറ്റ് മേക്സ് യു ഹാപ്പി. മറിക്കാവുന്ന എഫക്റ്റ് തരുന്ന മ്യൂസിക്കായിട്ട് മാറുകയും അത് നമ്മളെ ഹാപ്പി ആക്കുകയും ചെയ്യുന്നു. വൺസ് യുവർ ബ്രെയിൻ ഇന്റർപ്രറ്റ്സ് ദ സൗണ്ട്സ്, സൗണ്ട്സിനെ തിരിച്ചറിയുമ്പോഴാണ്, ബ്രെയിൻ ഇന്റർപ്രറ്റ് ചെയ്ത് തിരിച്ചറിയുന്നു, യുവർ ബോഡി ക്യാൻ ഫീൽ ദ സ്പൈൻ ടിംഗ്ലിംഗ് എഫക്റ്റ് ഓഫ് മ്യൂസിക് ദാറ്റ് മേക്സ് യു. Additionally, music activates the brain's motor centers. ബ്രെയിനിന്റെ മോട്ടോർ സെന്റേഴ്സിനെ മ്യൂസിക് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, which is why you feel like dancing when you hear music. മോട്ടോർ സെന്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ മൂവ് ചെയ്യിപ്പിക്കുന്നത്, മോട്ടോർ ഫങ്ഷൻ ഉള്ള സെന്ററും ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് നമ്മൾ പാട്ടിൻ്റെ അടുത്ത് ഡാൻസ് ചെയ്യുവാനും എന്നാണ് പറയും. നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ചില പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഹാപ്പിനെസ് ഉണ്ടാകും. നമുക്ക് മിക്കവാറും ഒക്കെ പ്രണയഗാനങ്ങളും അല്ലേ ഒക്കെ ആയിരിക്കും. മലരേ നിന്നെ പാടാതിരുന്നാൽ മിഴിവേകിയ നിറമല്ല മായുന്ന പോലെ, അത് പാട്ട്. പുതുമഴയായി പൊഴിയാം, ഇതിന്റെ പാട്ടൊന്നുമില്ല.
നമുക്കിഷ്ടമുള്ള പാട്ട്, നമ്മളെ മൂവ് ചെയ്യിപ്പിക്കുന്ന പാട്ട്. പുതുമഴയായി പൊഴിയാം, മധുമയമായി ഞാൻ പാടാം, കടവിലെ കിളികൾ തൻ കനവിലെ മോഹമായി പുഴയിലെ ഓളങ്ങൾ തേടും പുതുമഴയായി പൊഴിയാം. അതുപോലെ കണ്ണാടി കൂടും കൂട്ടി അങ്ങനെ ഇഷ്ടപ്പെടുത്തുന്ന പാട്ടുകൾ ഒക്കെ ഒത്തിരി ഉണ്ട്. നമ്മളെ സന്തോഷത്തിന്റെ തലങ്ങളിലേക്ക് കൊണ്ടുപോകും. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി. ബ്രെയിനിലേക്ക് സൗണ്ട് വേവ്സ് വന്നു കഴിഞ്ഞാൽ അത് ഇന്നർ ഇയറിലേക്ക്, അല്ല, ചെവി ഇയറിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇയർ കനാൽ വഴി ഇന്നർ ഇയറിലേക്ക് പോകും. അവിടെ നിന്ന് മീനിയേച്ചർ കറണ്ട് എന്നുള്ള ഇതിൽ റീച്ചസ് ബ്രെയിൻ. അത് പിന്നെ എല്ലാ തലങ്ങളിലും എത്തുന്നു, നമ്മളെ ഉന്മാദാവസ്ഥയിലാക്കുന്നു, അല്ലെങ്കിൽ സന്തോഷഭരിതമാക്കുന്നു. ഉന്മാദാവസ്ഥ എന്ന് പറയണ്ട, അങ്ങനെ ആക്കുന്ന പാട്ടുകളും ഉണ്ടെങ്കിൽ അതങ്ങനെ. ഓക്കെ. അപ്പോൾ ഒരു തമിഴ് പാട്ടിൻ്റെ എനിക്കിഷ്ടമുള്ളൊരു പാട്ടായതുകൊണ്ട് അത് 4 വരി പാടിക്കൊണ്ട് നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം എന്ന് വിചാരിക്കുകയാണ്. വൈദേഹി കാത്തിരുന്നാൾ എന്ന സിനിമയിൽ വളരെ എൻ്റെ ചെറുപ്പകാലമല്ല യൗവനകാലത്ത് കേട്ട ഒരു പാട്ടാണ്. അതിപ്പോഴും സംഗീതത്തിന്റെ ആ എഫക്റ്റ് നോക്കും. രാസാത്തിയൊന്നെ കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്, പൊഴുതാകിയാച്ച് വിലക്കേത്തിയാച്ച് പൊന്മാനെ ഒന്നെ തേടുത്. രാസാത്തിയൊന്നെ കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്. കണ്ണുക്കൊരു വണ്ണക്കിളി, കാതുക്കൊരു ഗാനക്കുയിൽ, നെഞ്ചുക്കൊരു വഞ്ചിക്കൊടി നീ താരമ്മ. തത്തിത്തവഴും തങ്കച്ചിമിഴേ, പൊങ്കിപ്പെരുകും സംഘത്തമിഴേ, മുത്തം തര നിത്തം വരും നക്ഷത്തിരം, யாரோடு இங்கே எனக்கென்ன பேச்சு, நீதானே கண்ணே நான் வாங்கும் மூச்சு, வாழ்த்தாக வேண்டும் வாவா கண்ணே, ராசாத்தி உன்னே காணாத நெஞ்சு காத்தாடி போலாடுது, பொழுதாகியாச்சு விளக்கேத்தியாச்சு പൊന്മാനെ ഒന്നെ തേടുത്, രാസാത്തി ഒന്നെ കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്. താങ്ക് യു. സാറേ. ഓക്കെ സാർ, കേൾക്കാലോ അല്ലേ? കേട്ടോ. ഓക്കെ, അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരിയെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാം. ഇത് നമ്മൾ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗാനങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും ജനപ്രിയനായ ഒരു ചലച്ചിത്ര ഗാന രചയിതാവ്, കവി, തിരക്കഥാകൃത്ത് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഗിരീഷ് പുത്തഞ്ചേരിയെ കാണുന്നത്. പല പ്രമുഖമായ സ്ഥാപനങ്ങളുടെയും അംഗമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരള കലാമണ്ഡലം, കേരള ലളിതകലാ അക്കാദമി എന്നിവയുടെയൊക്കെ ഭരണസമിതി അംഗമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കോഴിക്കോട് സ്വദേശിയാണ്. 1989 പുറത്തിറങ്ങിയ എൻക്വയറി എന്ന സിനിമയിലെ ഗാനങ്ങൾ എഴുതിക്കൊണ്ടാണ് മലയാള ചലച്ചിത്ര ഗാനശാഖയിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. ആദ്യത്തെ പല ഗാനങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു പ്രത്യേകത കൂടിയാണ്. മികച്ച ഗാന രചയിതാവിനുള്ള കേരള സർക്കാരിന്റെ 7 പ്രാവശ്യം പുരസ്കാരം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ അനേകം മലയാള സിനിമാ ഗാനങ്ങൾ രചിച്ച് ഏറ്റവും രസകരമായി കേൾക്കാൻ പറ്റുന്ന അനേകം ഗാനങ്ങൾ അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ട്.
കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്ക് അടുത്തുള്ള പുത്തഞ്ചേരിയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. അച്ഛൻ ഒരു പണ്ഡിതനായിരുന്നു. പ്രത്യേകിച്ച് ജ്യോതിഷം, വൈദ്യം അങ്ങനെയുള്ള വിഷയങ്ങളിൽ പണ്ഡിതനായിരുന്ന പുലിക്കുൽ കൃഷ്ണപ്പണിക്കരുടെയും, അതുപോലെ തന്നെ അമ്മ എന്ന് പറയുന്നത് പരേതയായ മീനാക്ഷി അമ്മയാണ്. കർണാടക സംഗീതത്തിന്റെ വിദുഷിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കലാപരമായ ഒരു ചേർച്ച അദ്ദേഹത്തിന് ജന്മത്തിലെ ലഭിച്ചു എന്ന് വേണം ചിന്തിക്കാൻ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പുത്തഞ്ചേരി ഗ്രാമത്തിലുള്ള ബാലസംഘങ്ങളിലൊക്കെ സജീവ അംഗമായിരുന്നു. അങ്ങനെ മലയാള സാഹിത്യത്തിലേക്ക് പതുക്കെ പതുക്കെ ആകർഷണനായി എന്ന് വേണം ചിന്തിക്കാൻ. അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, ചെന്താര കൂട്ടായ്മ. നാടകങ്ങളൊക്കെ രചിക്കുകയും സംവിധാനം ചെയ്തതൊക്കെ ഗിരീഷ് പുത്തഞ്ചേരി ആയിരുന്നു. വളരെ ചെറിയ കാലഘട്ടത്തിൽ 14-ാം വയസ്സിൽ ആദ്യമായി ഒരു കവിത എഴുതി. അത് ചെന്താരയുടെ മോചനം എന്ന പ്രസിദ്ധീകരണത്തിൽ പ്രസിദ്ധീകരിച്ചു. പഠനകാലത്ത് ആകാശവാണി, തരംഗിണി അങ്ങനെയുള്ള റെക്കോർഡിംഗ് സ്ഥാപനങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ലളിതഗാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. 1989 ആദ്യം പറഞ്ഞ പോലെ എൻക്വയറിയിലൂടെയാണ് ആദ്യമായിട്ട് സിനിമ രംഗത്തേക്ക് വന്നത്. പക്ഷെ വേണ്ടത്ര ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധിച്ചില്ല. പക്ഷെ 92-ൽ രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ജയരാജ് സംവിധാനം ചെയ്ത ജോണി വാക്കർ എന്ന ചിത്രത്തിലെ പാട്ട് ഓർക്കുന്നുണ്ടോ? എല്ലാവരും ശരിക്കും ഓർക്കാവുന്ന ഒരു പാട്ടാണ് ശാന്തമീ രാത്രിയിൽ എന്ന ഗാനം. അതിലൂടെയാണ് അദ്ദേഹം ജനശ്രദ്ധ ആകർഷിച്ചത്. പിന്നെ അദ്ദേഹത്തിന് ഒരു ജൈത്രയാത്ര എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം 300-ലധികം ചിത്രങ്ങളിലൂടെ 1500-ലധികം ഗാനങ്ങളാണ് അദ്ദേഹം ചിട്ടപ്പെടുത്തിയത്. 7 തവണ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച ചലച്ചിത്ര ഗാന രചയിതാവിനുള്ള പുരസ്കാരം സ്വീകരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ശ്രദ്ധേയമായ പാട്ടുകൾ എന്ന് പറയുന്നത് ദേവാസുരത്തിലെ സൂര്യകിരീടം വീണുടഞ്ഞു, പിന്നെയും പിന്നെയും ആരോ, കൃഷ്ണകുടിയിലുള്ള പ്രണയകാലം, ആരോ വിരൽ മീട്ടി, നിലാവിന്റെ നീല ഭസ്മക്കുറിയണിഞ്ഞവളെ, ഒരു രാത്രി കൂടി വിടവാങ്ങവേ, അമ്മ മഴക്കാറിന്, കൈക്കുടന്ന നിറയെ. ഇങ്ങനെ അനേകം പാട്ടുകൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ. 6-ാം തമ്പുരാനിലെ ഹരി മുരളീരവം, വടക്കുന്നാഥനിലെ കളഭം തരാം, ഇങ്ങനെ അനേകം ചിത്രങ്ങളുടെ ഗാനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ചില കവിതാ സമാഹാരങ്ങൾ അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പാട്ടുകൾ, തനിച്ചല്ല, ഇങ്ങനെ. 2004-ലും 2001 മുതൽ 4 വരെയുള്ള കാലഘട്ടങ്ങളിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹമാണ് നേടിയത്. കഥാവിശേഷൻ, ഗൗരിശങ്കരം, നന്ദനം, രാവണപ്രഭു ഇങ്ങനെയുള്ള ചിത്രങ്ങൾ. അതുപോലെ 95, 97, 99 കാലഘട്ടങ്ങളിലും ഏഷ്യാനെറ്റിന്റെ ചലച്ചിത്ര പുരസ്കാരങ്ങളും 3 പ്രാവശ്യം സ്വീകരിച്ചിട്ടുണ്ട്. 2004-ൽ മാമ്പഴക്കാലം, 2006-ൽ വടക്കുന്നാഥൻ, 2008-ൽ മാടമ്പി. അനേകം ഫിലിം ക്രിട്ടിക് അവാർഡുകൾ, ഫിലിം ആർട്സ് ക്ലബ് കൊച്ചിൻ അവാർഡ്, അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ഗോദ്രേജ് അവാർഡ്, ഇങ്ങനെ പല പല അവാർഡുകൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. 2010 ഫെബ്രുവരി 6-ന് സ്ട്രോക്കിന്റെ രീതിയിലാണ് അദ്ദേഹം ഈ സംഗീത ലോകത്തു നിന്നും മാറ്റപ്പെട്ടത്. എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർക്കുന്ന ഒരു ദിവസം അദ്ദേഹത്തിന്റെ പാട്ട് നമ്മൾ കേൾക്കാതിരിക്കുന്നില്ല എന്നുള്ളതാണ്. അറിയാതെ തന്നെ ബീനയാണ് ഭാര്യ. ജിതിൻ, ദിനരാജ് എന്നൊരു 2 ആൺമക്കളുണ്ട്. മൂത്ത മകനായ ജിതിൻ ചലച്ചിത്ര നടനും സംവിധായകനുമാണ്. ഇളയ മകനും അതുപോലെ തന്നെ അച്ഛന്റെ പാത പിന്തുടർന്ന് ഗാനരചിതമായി മുന്നോട്ട് പോകുന്നു. ഇതാണ് ഗിരീഷ് പുത്തഞ്ചേരിയെ കുറിച്ച് നമുക്ക് വളരെ ചെറിയ രൂപത്തിൽ തിരിച്ചറിയാൻ പറ്റും. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ പാട്ടുകളിലേക്ക് പോകാം. ഗിരീഷ് പുത്തഞ്ചേരിയെ കുറിച്ച് വളരെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ ഒന്ന് പറയാനുള്ള ഒരു അവസരമാണിത്. പാട്ടുകൾക്ക് മുമ്പ് നമുക്കൊന്ന് ഓർക്കാൻ നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ട് എന്നൊന്ന് പറയാൻ പറ്റും ആർക്കെങ്കിലും? ഞാൻ വേണ്ടി ഇത് പറയാം. വലിയ കലാകാരനെ നമുക്ക് നമ്മുടെ മനസ്സിലൊന്ന് ചേർത്ത് വെക്കാൻ എന്തെങ്കിലും ഒന്ന് മനസ്സിലൊന്ന് പറയാൻ. ജോസഫ് സാർ. നല്ല എളിമയുള്ള കലാകാരനായിരുന്നു അല്ലേ? വലിയ പക്ഷെ അദ്ദേഹത്തെ
മുഖ്യധാരയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത. ഒരു മുഖ്യധാരയിൽ നിന്ന് വിട്ട് സഞ്ചരിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗാനരചയിതാവ്. പക്ഷേ അദ്ദേഹം നല്ല പ്രായത്തിലാണ്, വളർന്നു വരുന്ന ആ ഒരു സമയത്താണ് പോയത്. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ വളരെയധികം മനോഹരമായ ഗാനങ്ങൾ കൈകളിലേക്ക് ലഭിക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കോഴിക്കോട് ഉള്ളപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഞങ്ങളുടെ പെൻഷനേഴ്സ് യൂണിയനിലെ പരിപാടികൾക്കൊക്കെ വരാറുണ്ടായിരുന്നു. ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മരണമൊക്കെ കഴിഞ്ഞ സമയത്തായതുകൊണ്ട് അദ്ദേഹം ആൾക്കാരോട് പറയും, അവനെക്കുറിച്ചാണെങ്കിൽ എന്നോട് ചോദിക്കണ്ട, അവനെക്കുറിച്ച് എന്നോട് ചോദിക്കണ്ട എന്ന് പറയുമെന്ന് ജ്യേഷ്ഠൻ. അപ്പോൾ ആ ഒരു സ്നേഹത്തിൻ്റെ ആയിരിക്കും, പറയാനുള്ള മടികൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഓർമ്മ എനിക്കുണ്ടായി. അദ്ദേഹം മരിച്ച അതിന് ശേഷമാണ് അങ്ങനൊരു അവസരം കിട്ടിയത്. ഏതായാലും വളരെ ഘനമുള്ള പാട്ടുകൾ, പാട്ടിന് വേണ്ടി അല്ലാതെ പാട്ടിന് വേണ്ടി എഴുതുന്ന ഒരു ശൈലി അല്ലാതെ നല്ല ഘനമുള്ള പാട്ടുകളാണ് അദ്ദേഹം അവസാന കാലങ്ങളിൽ ശാന്തമായിട്ട് കേട്ടിരിക്കാൻ പറ്റുന്ന പാട്ടുകൾ. പാട്ടുകളാണ്. സൂര്യകിരീടവും ഒക്കെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സാഡ്നെസ്സും ഉണ്ട്, ഹാപ്പിനെസ്സും വരുന്ന രീതിയിലുള്ള പാട്ടുകൾ. ഓക്കെ, പാട്ടുകളിലേക്ക് കടക്കാൻ ആരെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ, അഡ്മിറ്റ് ചെയ്യൂ. ഗിരീഷ് പുത്തഞ്ചേരിയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ, നമുക്ക് പാട്ടുകളിലേക്ക് പോകാം. അമ്മ മഴക്കാരന് നമുക്ക് വളരെ ഇമോഷണൽ ഒരു 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 ഇതിന്റെ ഏറ്റവും ആഴങ്ങളിലേക്ക് പോകുന്ന ഒരു സംഭവമാണ് പാട്ടല്ലേ. അമ്മ മഴക്കാറിനു കണ്ണിറങ്ങി ആ കണ്ണി ഞാൻ നനഞ്ഞു. അപ്പൊ അത് പാടുമ്പോഴും ആ രീതിയിലായതുകൊണ്ടായിരിക്കും ഭയങ്കര ആഴം. പാടത്തു കനലരി. അത് അമ്മയെ കുറിച്ചാവുമ്പോഴേ അച്ഛനെ കുറിച്ചുള്ളത് പോലെ തോന്നുന്നതാണ്. മറ്റേ സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ പടുതിരിയാളും പ്രാണൻ ഏതോ നിഴലുകളാടും തീരും സൂര്യകിരീടം. അതും എല്ലാം ഇങ്ങനെ ആഴത്തിലേക്ക് ഇങ്ങനെ പോകുന്നോണ്ട് അപ്പൊ ഞാനിപ്പോ എനിക്ക് പാട്ട് ശരിക്കും അറിയില്ലായിരുന്നു. പക്ഷെ സാറ് ഇപ്പൊ ലിറിക്സ് ഇട്ടുകൊണ്ടാണ് ആ രണ്ടാമത്തെ സ്റ്റാൻഡിലേക്ക്. ഓക്കെ, താങ്ക് യു. നെഞ്ചിലെ തിരിശങ്കിലെ തീർത്ഥമെല്ലാം നാമജപാമൃതമന്ത്രം ചുണ്ടിൽ സന്ധ്യാനേരം സൂര്യകിരീടം വീണുടഞ്ഞു എത്ര മനോഹരം. രജനി സംവിധാനം, ഗാന സംഗീതം അത്ര ടച്ചിങ് ആയിട്ടാണ് അതിന്റെ കേൾക്കാം. സംഗീതവും വരികളിലൂടെ കടന്നു പോകാം, വരികളിലൂടെ ശാന്തമായി മുന്നോട്ട് പോകാം. സാറേ നമസ്കാരം. കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ ചലച്ചിത്ര ഗാനരചയിതാവും കവിയും അതുപോലെ തിരക്കഥാകൃത്തുമായിരുന്നു. അതുപോലെ കേരള സർക്കാരിന്റെ പുരസ്കാരം 7 തവണ അങ്ങനെ നേടിയിട്ടുണ്ട്. ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ തന്നെ ഈ അമ്മ മഴക്കാറിനെന്നുള്ള ശരിക്കും ആ പാട്ടില് കണ്ണിറഞ്ഞ് എന്നുള്ള രീതിയിൽ തന്നെ ആ പാട്ട് കേൾക്കുമ്പോഴും അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു കന്നിവയിൽ പാടത്തു കനലെരിഞ്ഞു ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തേടി നടന്നു
ജപസന്ധ്യേ. എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് സാറേ, പക്ഷെ ഭയങ്കര സങ്കടമുള്ള പാട്ടാ. ഓക്കെ താങ്ക് യു. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ആദ്യത്തെ പാട്ട് ശാന്തമീ രാത്രിയിൽ നാളെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പാട്ട് എന്ന് വേണ്ട പറയാം. ആർക്കെങ്കിലും ഒരു മുളാവും? എല്ലാവരും കൂടി പാടുന്ന ഒരു പാട്ടാണ്. അതെ അതെ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ബാഹു കൊണ്ടുവാ, കൊമ്പട് തുജും തജും തജും, അങ്ങനെയൊക്കെ. കുറുംകുഴൽ കൊട് തജും 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 തജും, അത് കോറസാന്നോ. തപ്പട് തജും 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 തകിൽ പുറം കൊട് ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. ഈ വെങ്കടേശാണ് സംഗീതം. ഗിരീഷ് പുത്തഞ്ചേരി, യേശുദാസ്. ജോണി വാക്കർ എന്ന സിനിമയിൽ മമ്മൂട്ടിയാണ് ആ പാട്ട് പാടുന്നതായിട്ട് കാണാം. അടുത്തത് ബാലേട്ടനിലെ വളരെ മനോഹരമായ ഒരു പാട്ട്. ആരാ പാടുന്നത്? ലക്ഷ്മൺ സാർ പാടുവോ? ഇന്നലെ നോക്കൂ. പാടി നോക്കൂ, കുഴപ്പമില്ല. ലിറിക്സ് കാണാമല്ലോ അല്ലെ? ഇന്നലെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂടിയില്ലേ, കാറ്റൻ മൺവിളക്കൂടിയില്ലേ. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂടിയില്ലേ, കാറ്റൻ മൺവിളക്കൂടിയില്ലേ. ഊരിരുൾ കാവിന്റെ മുറ്റത്തെ മുല്ല ഒറ്റയ്ക്കു നിന്നില്ലേ, ഞാനിന്ന് ഒറ്റയ്ക്കു നിന്നില്ലേ. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂടിയില്ലേ, കാറ്റൻ കാവിന്റെ മുല്ല പോലു നിന്നില്ലേ, ഞാനിന്നില്ലേ. ദൂരെ കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, കാണാ കണ്ണീർ കാവലിൽ നൂലിഴയാരും ഇടച്ചില്ല. വീളിക്കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, കാണാ കണ്ണീർ കാവലിൽ ആരും കുടച്ചില്ല. ചന്ദന പൊഞ്ചിതയിൽ എന്റെ അച്ഛനെരിയുമ്പോ, മച്ചകത്താരോ തേങ്ങിപ്പറക്കുന്നത് അമ്പലപ്രാവുകളോ, അമ്പലപ്രാവുകളോ. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂടിയില്ലേ, കാറ്റൻ മൺവിളക്കൂടിയില്ലേ. ഊരുരിൽ കാവിന്റെ മുറ്റത്തെ മുല്ലവ് ഒറ്റയ്ക്കു നിന്നില്ലേ, ഞാനും ഒറ്റയ്ക്കു നിന്നില്ലേ. ഓക്കെ, താങ്ക് യു, മനോഹരം. യെസ്. ഓക്കെ, അടുത്ത പാട്ട് സൂര്യഗിരിയുടെ നമ്മൾ പാടി. അടുത്ത നിലാവിന്റെ നീലഭസ്മക്കുറിയണിഞ്ഞവളെ, അഗ്നിദേവനിലെ ആദിലോല സമ്മലിട്ട് തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖ ബിംബം. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഈ പാട്ടുകൾ നമുക്ക് കൃത്യമായിട്ട് ഓരോ എടുത്തെടുത്ത് ഇതിൻ്റെ അകത്ത് നമുക്ക് പാടാം. അതാണ് ഇതിന്റെ ഒരു വലിയ പ്രത്യേകത.
ഓക്കെ, അടുത്ത പാട്ട് സുരഗിയുടെ കഴിഞ്ഞു. ദിലാവിന്റെ നീലഭസ്മം. പിന്നെ മറന്നിട്ടും എന്തിനോ മനസ്സിൽ തുളുമ്പുന്ന മൗനാനുരാഗത്തിൽ ലോലഭാവം. രണ്ടാം ഭാവം എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. മറന്നിട്ടും പാടുവോ ആരെങ്കിലും? ആരെങ്കിലും മാറി മാറി പാടുക. ആ, മറന്നിട്ടും എന്തിനോ മനസ്സിൽ തുളുമ്പും മൗനാനുരാഗത്തിൽ ലോലഭാവം. കൊഴിഞ്ഞിട്ടും എന്തിനു പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞുകാലത്തെ സ്നേഹതീരം. പുലർമഞ്ഞുകാലത്തെ സ്നേഹതീരം. മറന്നിട്ടും എന്തിനു മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൽ ലോലഭാവം. അടുത്ത സ്റ്റാൻസ് ആരെങ്കിലും പാടിക്കോളൂ. അതത്ര എന്റെ പ്രണയത്തെ വീണ്ടും നെഞ്ചോടൊതുക്കി കിടന്നിരുന്നു. ഇല്ലാതെ മെല്ലയൻ കവിളോടൊരു താങ്ക് യു. അടുത്ത മറ്റൊരു പാട്ടാണ് കാത്തിരിപ്പൂ കൺമണി. കാത്തിരിപ്പൂ കൺമണി, കാത്തിരിപ്പൂ കൺമണി, ഉറങ്ങാത്ത മനമോടെ നിറമാർന്ന നിനവോടെ മോഹാദ്രമേ മൺതോണി. ഓക്കെ, അടുത്തൊരു പാട്ടോടെ നോക്കാം. ഒരു പൂവിതളിൻ നറുപുഞ്ചിരിയായി നിറമാർന്ന ചന്ദ്രികയായി. ഒരു പൂവിതളിൻ നറുപുഞ്ചിരിയായി നിറമാർന്ന ചന്ദ്രികയായി. ഇനി മനസ്സ് കുളിരോർമകളിൽ വരൂ നിറഞ്ഞ സായം ഒരു പൂവിതളിൽ നറുപുഞ്ചിരിയ നിറമാർന്ന ചന്ദ്രികയായി. പാട്ടുകാരും അറിയാവുന്നൊക്കെ പാടും. അടുത്ത ഒരു പാട്ട് ഇത് കുട്ടികളുടെ ഒരു പാട്ടാണ്. ചിങ്കാരക്കിന്നാരം ചിരിച്ചു കുഞ്ചുന്ന മണിക്കുരുന്നേവ. മിന്നാരം എന്ന് പറഞ്ഞ സിനിമയിലാണ്. ചിങ്കാരക്കിന്നാരം ചിരിച്ചു കുഞ്ചുന്ന മണിക്കുരുന്നേവ പുന്നാരം പുന്നാരം കുറുമ്പുറങ്ങുമി കുരുന്നു ചുണ്ടത്തെ മണിപ്പതക്കം അമ്മാനം കുഞ്ഞിക്കുഴിരമ്പിളിയേ ചെല്ലച്ചെറു കുമ്പിളിലേ മമ്മമ്മു മിന്നാരം കണ്ടു മിന്നാമിന്നിയായി വാ വാ ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കുരുന്നേവ. അടുത്തത് ഇച്ചിരി സങ്കടപ്പാട്ടാണ്. രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ അഴകിന്റെ തൂവലാണോ
ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വീഴവേ പതിയെ പറന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണോ നീ. പല നാളലഞ്ഞ മറുയാത്രയിൽ ഹൃദയം തിരഞ്ഞ പ്രിയ മിഴികൾക്കു മുമ്പിലിതളാർന്നു നീ വിരിയാരൊരുങ്ങി നിൽക്കയോ വിരിയാരൊരുങ്ങി നിൽക്കയോ പുലരാൻ തുടങ്ങും ഒരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ ഒരു നേർത്ത തന്നലലിവോടെ വന്നു നെറുകിൽ തലോടി മാഞ്ഞു ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു മൂളി പതിയെ അഴകിൻ്റെ തൂവലാണു നീ. മനോഹരമായ ഒരു പാട്ടല്ലേ? രസം. യെസ്. ഇച്ചിരി ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടാണ്. ഒരു കൊല്ലം പൊന്നും പൂവും കരിനീലച്ചാർത്തും കണി കാണാക്കുന്നിൽ നിന്നും തിരുകോടിപ്പാവും പടകാളി പടകാളി പെണ്ണേതിന്റെ മണിമയിൽ ചാർത്തിയിടാം തുളുനാടൻ ചേലിൽ നിന്നെ വരവേൽക്കാൻ വന്നോളാം. ഒരു കൊല്ലം പൂവും പൊന്നും കരിനീലച്ചാർത്തും കുന്നിൽ നിന്നും തിരുകോടിപ്പാവും പടകാളി പെണ്ണേതിന്റെ മണിമയിൽ ചാർത്തിയിടാം തുളുനാടൻ ചേലിൽ നിന്നെ വരവേൽക്കാൻ വന്നോളാം. ഓക്കെ, ജോസഫ് സാർ അവിടെ പോയി കാണുന്നില്ലല്ലോ. അടുത്ത രസമുള്ള ഒരു പാട്ടാണ്. ആ പാട്. പിണക്കമാണോ മറ്റുള്ളവര് പാടാതിരിക്കുന്നവർ പാടും. ഓമന, നാഷ്, രമാവതി മാഡം എല്ലാരും തിരക്കിലാണോ? വേറെ 8 പേരുണ്ടല്ലോ. അളിച്ചുകാരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ പാടിക്കളയും. ജോസഫ് സാറെ പാടിക്കും. പിണക്കമാണോ എല്ലാരും പാടട്ടെ സാറേ, എല്ലാരും പാടട്ടെ. അടുത്തു വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ മിടുക്കി പ്രാവിൻ നെഞ്ചിൽ മിടിപ്പു പോലെ കുടിച്ചു ചാഞ്ചാടും മനസ്സറിഞ്ഞു കണ്ണുകളിൽ കുറുമ്പിന്റെ മിന്നലില്ലേ പൂങ്കുയിലായി കുറുകുന്ന പ്രായമല്ലേ മാനത്തെ അമ്പിളി ഉദിച്ചില്ലേ മാറത്തെ ചന്ദനമായി നീ തെളിഞ്ഞില്ലേ കളമൊഴി വെറുതെയോ കവിളിലെ പിണക്കമാണോ എന്നോടിണക്കമാണോ അടുത്തു വന്നാലും പൊന്നെ മറിച്ചു നിൽക്കാതെ. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു സാർ. അടുത്ത പാട്ട് പാതിരാപ്പുള്ളർന്നും പരൽ മുല്ലക്കാട് ഉണർന്നു. പാടാ സാറേ. പഠിക്കും. പാതിരാപ്പുള്ളുണർന്നു പരൽ പാഴ്മുളം കൂട്ടിലേ കാറ്റുണർന്നു പാതിരാപ്പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു മുളം കൂട്ടിലേ കാറ്റുണർന്നു
താമര പൂങ്കൊടി തങ്കച്ചിലമ്പൊലി നീ മാത്രം ഉറക്കമെന്തേ പിണക്കമെന്തേ ചന്ദനജാലകം തുറക്കൂ നിൻ ചെമ്പകപ്പൂമുഖം വിടർത്തൂ നാണത്തിൻ്റെ തിരി കൊളുത്തൂ നീ നാട്ടുമാഞ്ചോട്ടിൽ വന്നിരിക്കൂ അഴകഴിയും മിഴികളുമാ ബാക്കി ഇടുന്നില്ല. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. അടുത്ത ഒരു പാട്ട്, താമര നൂലിനാൽ മെല്ലയന്മേലിൽ തൊട്ട് വിളിക്കും താഴിട്ട് പൂട്ടുമെൻ നെഞ്ചിൽ പറയും. ഇത് വേണുഗോപാലിന്റെ പാട്ടാണ്. താമര നൂലിനാൽ മെല്ലെ തൊട്ടുത്തി വിളിക്കൂ എന്റെ മാറോട് ചേർന്നൊരു പാട്ടുമുളു അണിവിരലിനാൽ താളമിടൂ മെല്ലെ നീയുറക്കൂ. ഓക്കെ, താങ്ക് യു. അടുത്തത് സൂര്യകിരീടം നമ്മൾ കണ്ടതാണ്. വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവേ. ഇനി ഒരു പാട്ടോടെ ഉള്ളൂ, ഇതും പിന്നെ തൊട്ടുരുമ്മിയിരിക്കാൻ കൊതിയായി. പാട്ടുകൾ ഓർമ്മയുണ്ടെങ്കിൽ പാടാം. സലിജ മാഡം പാടൂ. സലിജ മുമ്പേ പാടാൻ ട്രൈ ചെയ്തായിരുന്നു. വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവേ കുളിർ മഞ്ഞിൻ കുറുകുന്ന പെൺപ്രാവേ കണ്ടോ കിട്ടുന്നില്ല. നിനക്കെന്തഴകാണഴക് വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവേ കുളിർ മഞ്ഞിൻ കുറുകുന്ന വെൺപ്രാവേ. ഓക്കെ, താങ്ക് യു. പഠിക്കും. ഇങ്ങനത്തെ ഈ ടൈപ്പ് പാട്ട് പാടാറില്ല, എത്ര കിട്ടുന്നില്ല സാറ്. പാടിയത്രയൊന്നും കൊള്ളാം, നല്ലതാണ്. വേറെ ഏതെങ്കിലും പാട്ട് പാടും, ഇതിന്റെ അകത്ത് ഏതെങ്കിലും പാടാൻ പറ്റുന്നുണ്ടെങ്കിൽ പഠിക്കൂ. വേറെ ആദ്യമൊക്കെ ഏതായിരുന്നു? പിണക്കമാണോ അല്ലെങ്കിൽ ഒരു വെല്ലം പൊന്നും പൂവും കനലും ചാന്തും പടകാളി പെണ്ണെ നിന്റെ മണിമയിൽ ചാത്തിടാം തുളുനാടൻ ചേലി. വന്നോളാം. പിന്നെ ഒരു രാത്രി കൂടി വിടവാങ്ങവേ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂടി പതിയെ പറന്നരികിൽ വരും അഴകിന്റെ തൂവലാണ്. പല നാളലഞ്ഞ മരുയാത്രയിൽ ഹൃദയം തിരഞ്ഞ പ്രിയ സ്വപ്നമേ മിഴികൾക്കു മുമ്പിലാരാനു നീ വിരിയാനോ വിരിയാനൊരു കഴിയോ. പുലരാൻ തുടങ്ങും ഒരു രാത്രി
ഒരു നേർത്തതെന്ന് ലലിവോടെ വന്നു. ഓക്കെ, താങ്ക് യു. ലിറിക്സ് കാണുന്നില്ല. അത്രേ ഉള്ളൂ സാറേ. ആ, നെറുകിൽ തലോടി മാഞ്ഞുവോ, നെറുകിൽ ആ, തലോടി മാഞ്ഞു. ഓക്കേ. പിന്നെ പിന്നെയുള്ള ഒരു പാട്ട് ഇതാണ്. വേറെ ഇനി ഏതെങ്കിലും നിങ്ങളുടെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകൾ ഉണ്ടെങ്കിൽ പാടാൻ കേട്ടോ. ഞാൻ ഏകദേശം ഇത്രയൊക്കെ എടുത്തിട്ടുള്ളൂ. ലാസ്റ്റ് പാട്ട് ഇതാണ്. തൊട്ടിരുമ്മിയിരിക്കാൻ കൊതിയായി, നിന്നെ കട്ടെടുത്തു പറക്കാൻ കൊതിയായി. ഓക്കെ ജോസഫ് സാർ, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുന്നു. പാട്ടിനോട് താല്പര്യമുള്ളവരെ നമ്മുടെ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ പാടുമ്പോൾ ഒരാൾ പാട്ട് ഏറ്റെടുത്ത് പാടുന്നു എന്ന് കാണുമ്പോൾ മറ്റുള്ളവർ അതിൻ്റെ കൂടെ ജോയിൻ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം സൂമിലായതുകൊണ്ട് പല ടൈമിൽ ക്ലാഷ് ഉണ്ടാവും. അപ്പോൾ ഒരാൾ മെയിനായിട്ട് പാടി വരുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ പിന്മാറി കൊടുക്കുക, എന്നിട്ട് അടുത്ത ചാൻസ് എടുത്ത് പാടുക. ആ രീതിയിലൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് എനിക്ക് പറയാനുണ്ട്. ഏതായാലും ഇന്നത്തെ സംഗീതം നൽകുന്ന ഹാപ്പിനെസ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി, എങ്ങനെയാണ് നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അതുപോലെ വളരെ പ്രശസ്തനായ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗാനരചയിതാവ്, കവി ആയിരുന്ന നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി മാഷിനെ നമുക്ക് അനുസ്മരിക്കാൻ സാധിച്ചത് വലിയ കാര്യമാണ്. ഈ പാട്ടുകളിലൂടെ കടന്നു പോയപ്പോഴാണ് പാട്ടിൻ്റെ ആ വരികളുടെ സൗന്ദര്യവും ഗഹനതയൊക്കെ മനസ്സിലായത്. പാട്ടുകളുടെ നമ്മളിങ്ങനെ കേട്ടു പോകുന്നു എന്നുള്ളതല്ലാതെ ഇന്നിപ്പോൾ ആ വരികളിൽ ഒക്കെ കടന്നു പോയപ്പോഴത്തേക്ക് എനിക്കത് ഫീൽ ചെയ്യും. അപ്പോൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊരു ചിന്ത ഉണ്ടാക്കിയ ഒരു പരിപാടിയാണിത്. അതിന് സാബു സാറിൻ്റെ പ്രത്യേകം നന്ദി പറയുന്നു. സഹകരിച്ച എല്ലാവർക്കും, പാടിയ എല്ലാവർക്കും, കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി പറയുന്നു. നമുക്ക് അവസാനിപ്പിക്കാം. നമുക്കൊരു ഗ്രൂപ്പുണ്ട്, മാറ്റിനി ഫ്രീ വെബിനാറിന്റെ ഒരു പാട്ട് ഗ്രൂപ്പുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് ഒരു മെസ്സേജ് എനിക്ക് അയച്ചാൽ മതി, ഞാൻ ആഡ് ചെയ്യാം. ലക്ഷ്മൺ സാറിനെ ഞാൻ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നൗഷാദ് സാറിന്റെ നമ്പർ എൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയക്കണേ. അതുപോലെ തന്നെ സലിജ, ഓമന, ഒന്ന് ഞാൻ കിട്ടുന്നവരൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അറിയാവുന്ന പാട്ടുകാർ, നമ്മൾ ഇങ്ങനെയൊക്കെ പാട്ട് പാടുന്നു. വലിയ പാട്ടുകാരിൻ്റെ അകത്ത് ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. ആകെ പാടുന്ന ജോസഫ് സാർ മാത്രമേ ഞാനും കണക്കാ. അപ്പൊ നമുക്കറിയാവുന്നത് നമുക്ക് മാക്സിമം പെർഫോം ചെയ്യാം. നല്ലൊരു പാട്ടുകാർ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക്, ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയത്, നമ്മൾ പാട്ട് പാടുമ്പോഴാണ് കൂടെ പാടണമെന്ന് തോന്നുന്നു പാടുന്നത്. ശരിയല്ലേ? ഒരു പാട്ട് കാണുമ്പോൾ നമുക്ക് പാടണമെന്ന് തോന്നത്തില്ല, പക്ഷെ വേറൊരാൾ പാടുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് പാടാൻ അറിയാതെ തോന്നിപ്പോ. അപ്പൊ ഇതാണ് നമ്മളിലുള്ള കഴിവ്. ആ കഴിവിനെ നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വലിയ പാട്ടുകാരനാകണമെന്നൊന്നുമല്ല, പക്ഷെ നമുക്കൊരു കോൺഫിഡൻസ് വരും. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം, തുടങ്ങിയതിന് ശേഷം ഏകദേശം 40-48 സെഷനായി. നമ്മൾ പല ഇതിലും പോയി നമ്മൾ പാടാറുണ്ട്. പേടിയൊന്നുമില്ല പാടാൻ, എന്ത് സംഭവിച്ചാലും പാടും. അങ്ങനെ ഒരു വലിയ ധൈര്യം ഇല്ലെങ്കിൽ നമ്മൾ അതൊക്കെ വിട്ടു പോവുള്ളൂ ഇവിടുന്ന്. അപ്പൊ അതൊക്കെ നോക്കത്ത് പോലുമില്ല. ഇപ്പൊ അങ്ങനെയല്ല, നമുക്ക് ധൈര്യമായിട്ട് പാടാം. വേണമെങ്കിൽ നമ്മളൊരു എക്സ്ക്യൂസ് ഒക്കെ എടുക്കും. ഞാൻ പാടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓടുമോന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ എക്സ്ക്യൂസ് ഒക്കെ എടുക്കും. എങ്കിലും നമുക്ക് പാടാൻ പറ്റും. അതാണ് നമ്മളെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ. അതിന്റെ കൂടെ പാട്ട് നന്നാക്കുന്നവർ തീർച്ചയായിട്ടും നന്നാക്കും. കാരണം ഒത്തിരി കാര്യങ്ങളുണ്ട്. പാട്ടെന്ന് പറഞ്ഞാൽ അനന്തസാഗരം പോലെ കിടക്കുന്നതാണെന്ന് നമുക്കറിയാം. പാട്ട് പാടണമെന്ന് ആഗ്രഹിച്ചാൽ ഒന്നും സംഭവിക്കത്തില്ലെന്ന് നമുക്കറിയാം. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ശബ്ദമൊന്നും നമ്മൾ അംഗീകരിക്കത്തില്ല. ലക്ഷ്മൺ സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. സാറ് എനിക്കൊന്നും അറിയത്തില്ല കേൾക്കാനാന്നൊക്കെ പറഞ്ഞെങ്കിലും എല്ലാ പാട്ടും സാറ് മൂളി, എല്ലാത്തിനും കൂടെ പാടി അല്ലേ? ആ മതി. അതാണ് ഫസ്റ്റ് ലെവല്. ആദ്യമേ നമ്മൾ കൂടെ പാടുകയും ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മൾ സ്വന്തമായി. ഇപ്പൊ സാർ ഇപ്പൊ നമ്മൾ നോക്കിയിരുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകളൊക്കെ സാധാരണ നമ്മൾ ഗ്രൂപ്പിൽ ഇടാറുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് ഇടും പാട്ടുകൾ. എന്നിട്ട് ആ പാട്ടുകൾ തന്നെയായിരിക്കും നമ്മൾ ഇതുപോലെ സ്ക്രീനിൽ കാണിക്കുന്നത്.
അപ്പൊ ഏകദേശം ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വല്പം കൂടെ നല്ല രീതിയിൽ അതെ, അതിനെ സമീപിക്കാൻ സാധിക്കും. ഇതൊരു വേദിയായിട്ട് നമ്മൾ കാണുക, പാട്ട് ഇതുപോലെ ചെറിയ ചെറിയ പാട്ടുകാരെയൊക്കെ വിളിക്കുക, നമുക്ക് അതെ. പാടി തുടങ്ങാം. ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് മാത്രമേ അതാണ്. ഇച്ചിരി ആള് കുറവുള്ളൂ, മറ്റേയൊക്കെ 10 രൂപ വരെ വരുന്നതായിരുന്നു. ഒത്തിരി പേര് ഇന്ന് ആ, സൺഡേ ആയിട്ടായിരിക്കും. എല്ലാ സൺഡേയിലാണ്, എല്ലാ സൺഡേസിലാണ് നമ്മൾ വെക്കുന്നത്. പക്ഷെ ഇന്നെന്താണോ കുറഞ്ഞു എന്നുള്ളത് നമുക്ക് അഡ്വാൻറ്റേജ് ആണ്, കാരണം എല്ലാ പാട്ട് പാടാൻ ഒരു അവസരം കിട്ടും. അവസരം കിട്ടി. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ ആള് കുറഞ്ഞു വരണേ എന്ന്. എന്നാൽ ഈ പാട്ടുകളെല്ലാം ഞാൻ പാടി നോക്കിയിരുന്നു. അതുകൊണ്ട് നമുക്ക് 1-2 വരികൾ, 4 വരികളൊക്കെ പാടാനുള്ള ഒരു ഇതുണ്ട്. അപ്പൊ ആള് പറഞ്ഞാൽ നമ്മൾ പാടും. അതെ, പാടാൻ പറ്റും. പറ്റും. കുഴപ്പമൊന്നുമില്ല. യെസ്. അപ്പൊ ആ രീതി കണ്ടാൽ മതി. നമ്മൾ ഈ പാട്ടിലേക്ക് തിരികെ എന്ന് പറയണം. നമ്മൾ അതിനകത്തൊരു ചെറിയൊരു എഫേർട്ട് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെതായിട്ടുള്ള ഗുണം നമുക്കറിയാൻ പറ്റും. ഒരു 4 വരിയെങ്കിലും അല്ലെങ്കിൽ 8 വരി കാണാതെ പാടി പഠിച്ച് ഇവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചായിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയുള്ള ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു പാട്ട് റെഫർ ചെയ്യുന്നതും അത് എഴുതിയെടുക്കുന്നതും അതൊക്കെ മ്യൂസിക് തെറാപ്പിയുടെ ഭാഗമാണ് എന്നാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് നമ്മുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യുക, നമുക്ക് ധൈര്യമായിട്ട് കാര്യങ്ങൾ പറയാനും കാര്യങ്ങളെ ഇത് ചെയ്താൽ തന്നെ നമുക്ക് പകുതി പ്രശ്നം. എത്ര പേരുടെ മുമ്പിൽ നാണം കെടാതിരിക്കാനാണ് നമ്മൾ പാടാതിരിക്കുന്നത്, അല്ലെ? നാണം കെടരുത്, നാണം കെടരുത്, എന്നെ കളിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. ഇപ്പൊ ആ പ്രശ്നമൊന്നുമില്ല. ഒന്നുമില്ല. ആണെങ്കിൽ ഒരു മുൻകൂർ ജാമ്യമൊക്കെ എടുക്കും, ഇത്രയൊക്കെ സംഭവിക്കാനുള്ളൂ. അതെ, ഒത്തിരി രസമുണ്ട്. സാധാരണ വരുന്ന ജോർജ് സാറൊക്കെ പാടുന്ന പാട്ട് കേൾക്കണം, മനോഹരമായ സാറൊന്ന് പാടിക്കളയും. കാരണം ഇവിടെ താളോ ലയമോ ശ്രുതിയോ ഒന്നും നമ്മുടെ പാട്ടുകൾക്ക് നിർബന്ധമല്ല. പക്ഷെ അങ്ങനെയുള്ളവര് തീർച്ചയായിട്ടും പാടും, അത് സന്തോഷം. നന്നായിട്ട് പാടും. നൗഷാദ് സാർ പാടി, സലിജ അമ്മ പാടി, പവനമായൊന്നും പാടിയില്ല, എന്താണോ. അപ്പൊ അങ്ങനെ പാട്ട് പാടുമ്പോൾ, അങ്ങനെയുള്ളവർ പാടുമ്പോൾ നമുക്കും ഒരു ആവേശം കിട്ടും. ഇങ്ങനെയല്ലേ എന്ന് തോന്നും. ഇച്ചോടെ മെച്ചപ്പെടുത്തണം എന്ന് നമുക്ക് ഒരു രമാവതി മാം പാടുമ്പോൾ നമുക്ക് ഇച്ചോടെ മെച്ചപ്പെടുത്തണം, നമ്മൾ പോരാ, മാമിന്റെ ഒപ്പം നിൽക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ നമ്മളൊരു ശ്രമം നടത്തും. ആ ഒരു ശ്രമം മതി സാറേ. എനിക്ക് ചെറുങ്ങനെ പാടാനേ അറിയാം സാറേ, ഞാൻ അങ്ങനെ പഠിച്ചിട്ടൊന്നും. കുഴപ്പമില്ല. അത് മതി മാം. അത് ഒത്തിരി പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ. ഒത്തിരി പഠിച്ചവരാരും ഇവിടെ നിൽക്കാറില്ല, അതെ അതെ, ഇല്ലേ? നമുക്ക് അനുഭവമാണ്. നമ്മൾ വളരെ കാര്യക്ഷമമായിട്ട് ആൾക്കാരെയൊക്കെ കൊണ്ടുവരും പാടാൻ സഹായിക്കാനൊക്കെ ആയിട്ട്. പക്ഷെ അവർക്ക് നമ്മുടെ പാട്ട് ഇഷ്ടപ്പെട്ടില്ല. സാറേ ഞാനൊരു കാര്യം പറയട്ടെ. ഞാന് പണ്ടൊക്കെ പാടുമായിരുന്നേ. അപ്പൊ വീടിന്റെ അടുത്ത് ഓണപരിപാടിക്കും പല ക്ലബുകളിലൊക്കെ ഇങ്ങനെ പാടും, സമ്മാനം കിട്ടും. അപ്പൊ നമ്മുടെ വിചാരം നല്ല പാട്ടുകാരിയാന്ന് വിചാരിക്കുന്നേ. പിന്നെ അത് ഞാൻ ഡിഗ്രി മാരാസിൽ പഠിച്ചത് എറണാകുളത്ത്. അപ്പൊ അവിടെ വെച്ചിട്ട് നല്ല പാട്ടുകാരെ കാണുമ്പോ നമുക്ക് സ്വയം ഡൗട്ട്, ഞാൻ പാടുവോ ഡൗട്ടായി. പിന്നെ അതോടെ പാട്ടേ തീർന്നു എന്നായിരുന്നു. അല്ല, അത് നമ്മള് എഫർട്ട് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഒരാളെ പോലെ നമുക്ക് പാടാനാവില്ല, പക്ഷെ നമുക്ക് നമ്മളാകാൻ ശ്രമിക്കണം. അതാണ് കോൺഫിഡൻസ് അപ്പൊ കുറയായിരുന്നു ചെയ്തത് എന്നില്. പക്ഷെ പാടാത്തോണ്ടാട്ടോ. പാടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാടാൻ പറ്റും. നമുക്കൊക്കെ ഭയങ്കര എക്സ്പീരിയൻസാ. യേശുദാസും മറ്റുള്ളവരൊക്കെ യേശുദാസിനെ നോക്കണ്ട, സാധാരണ നല്ലോണം പാടുന്ന ഒരാൾ പാടുമ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹം. ആർക്കും ആഗ്രഹമില്ല, പാടണമെന്ന് ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ട്? ഒറ്റ ആൾ. അപ്പൊ സലിജ ഗ്രൂപ്പിൽ ആഡ് ചെയ്യണേ, മ്യൂസിക് ഗ്രൂപ്പില്. എനിക്കൊന്ന് മെസ്സേജ് ചെയ്യണേ. ഈ പാട്ട് പഠിക്കാൻ പോയിട്ട് മധ്യസ്ഥായി വരിച്ചകളാകുമ്പോഴാണ് ഈ കൊറോണ വന്നിട്ട് ഞാൻ നിർത്തിയത്. അപ്പൊ രണ്ടാമത് ഉമേഷ് എന്നുള്ള ഒരാളടുത്ത് 2-3 ആഴ്ച പോയുള്ളൂ. എനിക്ക് സമയം കിട്ടുന്നില്ല ലൈഫില്. അപ്പൊ അയാള് പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളിപ്പോ സരിഗമ ഇങ്ങനെ പഠിക്കുമ്പോ സരിഗമ പദനിസ എന്ന് പഠിക്കുമ്പോ ഞാൻ ചിലപ്പോ ആ ഗ്യാപ്പ് ശ്രദ്ധിച്ചാണ്. എന്നോട് പറഞ്ഞു, ഇതൊരു സ്കെയിലാണ്, ആ സ്കെയിലിനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ അളന്നിട്ട് നോക്കിക്കോളൂ, അതുപോലെയാണ് സരിഗമ പഠിക്കേണ്ടത്. കുറെ ക്ലാസ്സുകൾ നമുക്ക് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. എനിക്ക് പാടാൻ അറിയില്ലെങ്കിലും ക്ലാസ്സുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അത് പക്ഷെ പറയണമെങ്കിൽ നമുക്കൊരു പാട്ടിന്റെ ഒരു മിനിമം ഇതിൽ എത്തണ്ടേ. തീർച്ചയായിട്ടും അത് സംഭവിക്കൂടെ. അത് വരും ഇച്ചോടെ വരട്ടെ. കാരണം നമ്മള് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ സരിഗമയുടെ അറ്റം വരെ എത്തണ്ടേ. പഠിക്കണം. പക്ഷെ എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സാറേ. അതാണ് സാബു സാറിന്റെ ഈ ഒരു ഞായറാഴ്ചത്തെ പ്രോഗ്രാം ഉണ്ടല്ലോ. ഞാനിപ്പോ കടലിൽ കുറച്ച് തിര കൂടിയിട്ടുണ്ട് ഇപ്പൊ എല്ലായിടത്തും, അത് അറിയിപ്പുണ്ടായിരുന്നല്ലോ. അത് കാണാൻ പോയിട്ട് ഞാന് ഓടി മോനോട് പറഞ്ഞു, എനിക്ക് വീട്ടിൽ 7 മണി. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച് സാർ. ജോസഫ് സാറേ, നമുക്ക് അടുത്ത ഞായറാഴ്ച വീണ്ടും കാണാം. പാടാൻ ശേഷിയുള്ള ചെറിയ ചെറിയ ഗായകരെയൊക്കെ കൊണ്ടുവരിക.
പാടുക. നാളെ നമ്മൾ ആ ഗ്രൂപ്പിൽ ഇടും ഏത് പ്രോഗ്രാം, ഏത് പാട്ട്, ഏത് ടൈപ്പ് പാട്ടുകളാണ് പാടുന്നതെന്ന് അതിൻ്റെ അകത്ത് ഇടാറുണ്ട്. ഇത് നമുക്ക് അടുത്ത ആഴ്ച മുതൽ നമുക്ക് സപ്പോർട്ട് അഡ്വാൻസ്. ജോൺ സാറ് വല്ലതും ഓർമ്മയിലുണ്ടോ? ഇല്ലായിരിക്കും അല്ലേ? ഇല്ലേ? അടുത്ത ആഴ്ചത്തെ പാട്ട് ഇല്ല. ഓക്കെ. സോ ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു ലക്ഷ്മൺ സാർ. പ്രത്യേകിച്ച് സാർ Bye, sir. സലജ മാം, താങ്ക് യു. ആഷ്ലി മറിയം ബാബു, എന്തെങ്കിലും പറയാമോ? പാട്ട് പാടുവോ? സാർ ഞാൻ കൊയറിലൊക്കെ ഉണ്ടായിരുന്നു, ആഹാ. കുറച്ചൊക്കെ പാടും. ഗിരീഷ് പക്ഷെ പുത്തഞ്ചേരിയുടെ ഞാൻ പാട്ട് വല്ലതും ഇപ്പോഴാണ് പാടുവോ? ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ട് പാടുവോ? സാർ അങ്ങനെ ഇന്ന ആളുടെ എഴുതിയ പാട്ട് അങ്ങനത്തെ നോളജ് ഒക്കെ കുറവാണ്. ഓക്കെ, പാട്ടിന്റെ- കുഴപ്പമില്ല. പക്ഷെ ആ പാട്ട് കണ്ടു കഴിഞ്ഞാൽ പാടും. പക്ഷെ ഇതിപ്പോ ലേറ്റ് ആയതുകൊണ്ട് അതെ, കാണിക്കുന്നില്ല. അതെ. നമ്മള് ഇതുപോലെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, ഇതുപോലെ കാണിക്കും. ഇങ്ങനെ പാട്ടുകൾ ഓ, ഇങ്ങനെ ഓക്കെ. ഓരോന്ന് കാണിക്കും. എന്നിട്ട് ആ പാട്ടുകളാണ് കൂടുതൽ നമ്മൾ പാടാൻ ശ്രമിക്കുന്നത്. അതന്നെ, അപ്പൊ ഇതല്ലേ ലിറിക്സ് വരുമ്പോ പാടാൻ ഇതൊക്കെ പറ്റും. അറിയാവുന്ന പാട്ടാണ്. ഓക്കെ. പാടിക്കോ. എന്നാ പാടി. കഴിഞ്ഞില്ലേ സാർ? ഇല്ല, പാടിക്കോ. പാടുന്നതന്നെ ഇല്ല. നമ്മളല്ലേ പാട്ടാണോ? വിരൽ തൊട്ടാൽ ആ. അതാണോ വേണം? വിരൽ തൊട്ടാൽ ഏതാ വേണ്ടത്? തൊട്ടാൽ വിരിയുന്ന പെൺപൂവേ, കുളിർമഞ്ഞിൽ പോകുന്ന വെൺപ്രാവേ, ഒന്ന് കണ്ടോട്ടെ ഞാൻ, വെയിൽ തൊട്ടോട്ടെ ഞാൻ, നിനക്കെന്നഴകാഴകേ. നിറവാർ മഴവിൽ ചിറകേ, നിലവിൽ വിരിയും നിലവേ. ഞാൻ സാർ ഇവിടെ ഡ്യൂട്ടിയിലായിരുന്നു. ഞാൻ ഒമാനെന്നാ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി, ടൈമിംഗ് ഡിഫറൻസ് വന്നിട്ട്. അടുത്തത് തൊട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ. നമ്മുടെ വാട്സപ്പില് ഇതിങ്ങനെ നമുക്ക് പാട്ടിന്റെ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ നമ്മൾ അടുത്ത ആഴ്ചത്തെ ഗാനങ്ങൾ ഇടും. അപ്പോൾ ഒന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള എളുപ്പമുണ്ട്. അപ്പൊ എനിക്കൊന്ന് വാട്സപ്പ് Okay, ചെയ്താൽ, sir. നമ്പർ അറിയാമല്ലോ അല്ലേ? എന്റെ നമ്പർ അറിയാമെങ്കിൽ ഒന്ന് ശരി, വാട്സപ്പ് ശരി. ചെയ്തു. ഓക്കെ, ഓക്കെ, താങ്ക് യു. തീർച്ചയായും. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. ബൈ. സി യു അപ്പൊ ശരി, ജോസഫ് സാർ. വീണ്ടും താങ്ക് യു. വീണ്ടും ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ഗുഡ് നൈറ്റ് സർ. നൈറ്റ്. Good night. ശരി.